ഇറാന്റെ ചരിത്രത്തിൽ അതിക്രൂരന്മാരായ രണ്ട് ജഡ്ജിമാരുണ്ടായിരുന്നു. അലി റിസാനി, മറ്റേ ആൾ മുഹമ്മദ് മെഗോദേഷിഷ് എന്ന് പറയുന്ന രണ്ട് പേര്. ഇവർ ഹൈലി റിലീജിയസ് ഷിയ കൾട്ടിൽ ജീവിക്കുന്ന ജഡ്ജിമാരായിരുന്നു. നേരെ 2005 ഇയാളെ കൊല്ലാൻ, അതിലൊരാളെ കൊല്ലാൻ ശ്രമം നടന്നു. അതിൻ്റെ പേരിൽ കൊല്ലാൻ ശ്രമിച്ച ആളെ തൂക്കിക്കൊന്നു. പക്ഷെ ഏറ്റവും സംഭവബാഹുല്യമായൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്നലെ ഈ രണ്ട് ജഡ്ജിമാരെയും കോർട്ട് കോംപ്ലക്സ്, അതായത് സുപ്രീം കോർട്ട് സീനിയർ ജഡ്ജിമാരാണ്, കോർട്ട് കോംപ്ലക്സിന് പുറത്തിറങ്ങാൻ നേരത്ത് ഒരാൾ വന്നിട്ട് രണ്ടുപേരെയും വെടിവെച്ചങ്ങ് കൊന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തോട്ടിറങ്ങിയത് കോംപ്ലക്സിൽ നിന്ന്, കോർട്ടിൽ നിന്ന്, ആ ബിൽഡിങ്ങിൻ്റെ താപ്പോട്ട്. ആ സമയത്താണ് വെടിവെച്ച് കൊന്നത്. അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡിനും വെടിയേറ്റു. അതോടുകൂടി മനസ്സിലാക്കുക, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ആദ്യമായിട്ടാണ് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജസിനെ ഒരു പൊരുത്തം വന്ന് വെടിവെച്ച് കൊല്ലുന്നത്. അതായത് ഇറാനിലുള്ള ആളുകൾക്ക് ഭയമെന്ന് പറഞ്ഞ സാധനം മാറി തുടങ്ങി. അതിൻ്റെയാണ് ഇത്ര സീനിയറായിട്ടുള്ള ജഡ്ജ്, അതും അലി ഖുമൈനി, അവിടുത്തെ ആധ്യാത്മിക നേതാവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 5000 പേരെയാണ് ഈ രണ്ടുപേരും കൂടെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. മറ്റേ സോഷ്യൽ മീഡിയ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഈ അവിടുത്തെ ഭരണത്തിനെതിരെ കമൻ്റ് എഴുതിയപ്പോൾ അവിടെ ഏകദേശം 500 പേർക്ക് ഒരു ശിക്ഷ കൊടുത്തത് 126 വർഷം കഠിന തടവ്. അതിക്രൂരന്മാരായ ജഡ്ജിമാർ. ഇവർ ഏകദേശം 2018 അവിടുത്തെ ഒരു ടെലിവിഷനിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും കാണാൻ പറ്റും. ഇത്രയും പേര്, അതായത് ഏകദേശം 2000-5000 പേരെ ഇവർ കൊന്നതിൽ അവർ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. കാരണം അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരാണ്. അതായത് മതത്തിനെതിരെയാണ് അവർ പറഞ്ഞത്, അതുകൊണ്ട് അവരെ തൂക്കിക്കൊന്നു. അതിക്രൂരമായ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കണം. നേരത്തെ ഇരുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അവിടുത്തെ ജുഡീഷ്യൽ ഹെഡായിരുന്നു. അവിടെ നിന്നാണ് അയാൾ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്ത്, അതായത് മാൽ പ്രാക്ടീസ് കൂടെ കയറി വരുന്നത്, ഈ അലി ഖുമൈനിയുടെ ആളായിട്ട് കയറി വരുന്നത്. ഇതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി, അവിടെ ഈ സംഭവത്തിന് ശേഷം ഇറാനിലെ സോഷ്യൽ മീഡിയയിലെല്ലാം ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഇറാനിയൻ ഫാനുകളോട് പറയുവാണ് എന്താണ് ഉണ്ടായത്. ഈ പറയുന്ന വെടിവെച്ചു കൊന്ന ആ ചെറുപ്പക്കാരൻ, അയാൾ സ്വയമേ ഇതിൽ രണ്ടുപേരെയും വെടിവെച്ചിട്ട് സ്വയമായിട്ട് വെടിവെച്ചങ്ങ് മരിച്ചു അവിടെ വെച്ച് തന്നെ. അയാളുടെ ഫോട്ടോ ഇട്ട് ആഘോഷിക്കുകയാണ്. തെരുവുകളിൽ അവർക്ക് അനുകൂലമായിട്ട് പ്രകടനം നടക്കുകയാണ്. അതോടുകൂടി മറ്റുള്ള ജഡ്ജിമാർക്ക് പേടി, അവരെ എപ്പോൾ കൊല്ലും. കാരണം അതിക്രൂരമായിരുന്നു ഇറാനിലെ ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സെക്ടറിയൻ ഭരണമായിട്ട് ബന്ധപ്പെട്ട് ജഡ്ജിമാരുടെ ഈ സംഭവം അതിക്രൂരമായിട്ടാണ് വിധിക്കുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത്രയേ ഉള്ളൂ ജനസംഖ്യ, എങ്ങനെയാണ് 5000 പേരെ ഈ രണ്ട് ജഡ്ജിമാർ, അതായത് ഇത്രയും നാളും കൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്? അതിക്രൂരമായി അതിനെ ജനങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറാനിൽ മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ മറ്റുള്ള ജഡ്ജിമാർക്ക് ഇപ്പോൾ പേടിയാണ്. അതാണ് റിപ്പോർട്ട് വരുന്നത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. കാരണം അവർക്ക് പോലീസ് സെക്യൂരിറ്റി ചോദിക്കുക. അത്രമാത്രം സെക്യൂരിറ്റി അവിടെ കൊടുക്കുക. ഈ ജഡ്ജിമാർക്കെല്ലാം കൂടെ എത്രമാത്രം സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. കോടതിയിൽ വരെ പോകാൻ പേടിയായി. കാരണം അവരെ എപ്പോഴാണ് തട്ടുന്നത്? കാരണം ഇവരൊക്കെ അതിക്രൂരമായിട്ട് അവിടുത്തെ ഷിയ ഭരണകൂടത്തിന് വേണ്ടി ഏറ്റവും ക്രൂരമായിട്ടാണ് വിധിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്തെങ്കിലും തെറ്റ് കാണിച്ച് വന്നു കഴിഞ്ഞാൽ അവന് 25 വർഷം 30 വർഷം അല്ലെങ്കിൽ തല വെട്ടുകയോ കൈ വെട്ടുകയോ തൂക്കിക്കൊല്ലുക. കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ച് പോകുന്ന രാജ്യമാണ്. അവനെല്ലാം തിരിച്ചടി കിട്ടാൻ തുടങ്ങി. അതായത് അവിടെ സീനിയർ ജഡ്ജിമാർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അവർക്കെല്ലാം സെക്യൂരിറ്റി വേണം. കാരണം ഇവന്മാരെല്ലാം അതിക്രൂരന്മാരായിരുന്നു. അത് അവിടുത്തെ ക്യാബിനറ്റ് വലിയ രീതിയിലുള്ള വെപ്രാളമൊന്നും കാണിക്കാൻ പോകുന്നില്ല. ഇവന്മാരൊക്കെ ചെയ്തതിൽ അനുഭവിച്ചോട്ടമുള്ള ധാരണയിലാണ് മസൂദ് പഷുഷ്കാരുടെ തീരുമാനം. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരൊക്കെ എല്ലാം കാണിച്ചു കൂട്ടിയതാണ്. അപ്പം അതിൻ്റെ അവരങ്ങ് അനുഭവിക്കട്ടെ. അതായത് ലൂക്ക്വാം സമീപനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇറാനിൽ ഈ പറയുന്ന മാറ്റം അതിൻ്റെ ജഡ്ജസിനെ തന്നെ വെടിവെക്കുവാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾ തയ്യാറാകുന്നു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, കോർട്ട് കോംപ്ലക്സിൽ നിന്ന് വരുമ്പം, കാരണം നമ്മൾ ആ സ്ഥലം അറിയാവുന്നവർക്ക്, എനിക്ക് ഈ കോർട്ടിൻ്റെ കോംപ്ലക്സ് അറിയാമെന്ന്, ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇവിടെ ടെഹ്റാനിൽ. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഹൈലി സെക്യൂർഡാണ്. അവിടെ ഒരാളെ തോക്കും വന്ന് വെടിവെച്ച് കൊല്ലുക. അതിന് അയാളെപ്പറ്റിയുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല.
മറ്റു പലരും പറയുന്നു ഇയാളുടെ ഫാദറിനെ അവരെയൊക്കെ അതിക്രൂരമായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചാണ് അതിലൊരു ജഡ്ജ്, മറ്റേ ആളും മറ്റു ഇത് ചെയ്തതാണ്. അതേപോലെ ഇറാനിൽ നടന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, അതിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രതികാരം ജനങ്ങൾ കയ്യിലെടുക്കും. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഏകാധിപതിയും മതത്തിൻ്റെ ഡിക്റ്റേറ്ററുമായിട്ട് ലോകത്തിലാദ്യം ഭരണം നടത്തിയാലും എന്താണ് സദാം ഹുസൈൻ ഉണ്ടായത്, എന്താണ് ഗദാഫിക്ക് ഉണ്ടായത്, എന്താണ് ആസാദിനുണ്ടായത്, അത് തന്നെയാണ് ഇറാനിലും ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ചലനമാണ് ഓരോന്നും കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും സീനിയറായിട്ടുള്ള 2 ജഡ്ജിമാരെ തക്കം നോക്കിയെന്ന് വെടിവെച്ച് കൊല്ലുക. കാരണം ഇവർക്കിനി പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ സൂചനകളാണ് ഇത്രയും സീനിയറായിട്ടുള്ള ജുഡീഷ്യലിൽ അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ വെടിവെച്ച് ദൂരെ കളഞ്ഞത്. ഇനി മറ്റുള്ള ജഡ്ജിമാർക്കും ഇനി ജഡ്ജ്മെന്റ് കൊടുക്കാൻ പേടിച്ചേ കൊടുക്കത്തുള്ളൂ. കാരണം അവനെ എപ്പോഴാണ് വെടിവെച്ച് കൊല്ലുന്ന അറിയാൻ പറ്റത്തില്ല. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മാറുന്നു, അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഇതിനെ ഞാൻ ഒരു കാരണവശാലും കൊല്ലുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുകയല്ല. പക്ഷേ ഇവന്മാർക്ക് ഇത് തന്നെയാണ് ആവശ്യം. അല്ലെങ്കിൽ 5000 പേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആ ചെയ്ത ചെറുപ്പക്കാരന് ഞാൻ അനുകൂലമായിട്ടൊന്നും നിൽക്കുന്നൊന്നുമില്ല, കാരണം തെറ്റാണ് കാണിച്ചത്. പക്ഷേ 5000 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഈ 2 ജഡ്ജിമാർക്കും കിട്ടേണ്ട വിധി തന്നെ അവസാനം കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്.